നമസ്കാരം, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ക്യാച്ചുവിനെ കാണിച്ചിട്ടാട്ടോ വീഡിയോ തുടങ്ങുന്നത്. കാരണം ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് എ ഡേ ഇൻ ഹർ ലൈഫ്. ഞങ്ങൾ ക്യാച്ചുവിൻ്റെ മുടിയൊന്ന് മുട്ടയടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക കേട്ടോ. കാരണം വീട്ടിൽ അരുൺ എപ്പോഴെങ്കിലും ജാക്കറ്റ് എടുത്തിട്ടാ അപ്പോൾ അവൾക്ക് മനസ്സിലാവും പുറത്തു പോകാനുള്ള പരിപാടിയാണ്. ഈ ക്യാച്ചുവിനെ മുട്ടയടിക്കുക എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കും അരുണും ക്യാച്ചുവിൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവസാനം ഡിസൈഡ് ചെയ്തത്, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. എന്തായാലും അവൾക്ക് കാര്യമൊന്നും അറിയില്ലെങ്കിലും ആള് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമുക്ക് മുടി വെട്ടാൻ പോവാം. ലെറ്റ്സ് ഗോ. കിയ ജനിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിയയ്ക്ക് തീരെ മുടി ഉണ്ടായിരുന്നില്ല. എന്താ പറയുന്നത്, അപ്പോൾ പേരൻസായി നമ്മളൊന്നും കാര്യമാക്കിയില്ലെങ്കിലും ഞാനിങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്, ഓ കുട്ടിക്ക് മുടി കുറവാണല്ലോ, എല്ലാം നല്ലതാണ്, ക്യൂട്ടാണ്, പക്ഷെ കുറച്ച് മുടിയും കൂടി വേണമായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലുപരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓ പാറു അയൺ ടാബ്ലറ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടാണ് കുട്ടിക്ക് മുടിയില്ലാത്തത്. എന്ത് ചെയ്യാനാണ്, ഇത്തരം ലോകം പുരോഗമിച്ചിട്ടും ജനറ്റിക്സ് എന്താണെന്നറിയാത്ത കുറേ പേർക്കിടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇതാണ് കേട്ടോ ബേബി ഗ്രൂമിങ് സെൻ്റർ. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവരെല്ലാം ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ, ലൈക്ക് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, വാട്ട് ആർ ദ പോസ്റ്റ് കെയർസ് എന്നൊക്കെ. ആൻഡ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല രസമുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇവള് തീരെ കരഞ്ഞില്ല എന്നുള്ളതാണ്, ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. But on her cheeks, on the side, you see, she has some facial hair. This one we will not shave, we'll leave it naturally. I'll just top over near the ears. Yeah, sure. Okay, same on her neck. She has some hair here. We won't touch with the blade, I'll just top over here. Okay. ഇന്ന് അവളുടെ അച്ഛനായിരുന്നു കേട്ടോ താരം. അരിഞ്ചൻ തന്നെയാണ് അവളെ ഇത്രയും നേരം എൻ്റർടൈൻ ചെയ്തിരുത്തിയത്. ഇടയ്ക്ക് അരിഞ്ചൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തൂനെയും മിട്ടൂനെയും ഒക്കെ വിളിച്ചെങ്കിലും അരിഞ്ചൻ തന്നെയാണ് ഫുൾ അവളെ എൻ്റർടൈൻ ചെയ്ത് ഫുൾ എൻഗേജ് ആക്കി എത്തിയത്. കുറേ ടോയ്സ് ഉണ്ടായിരുന്നു കളിക്കാൻ, അതുകൊണ്ട് അവൾക്ക് അത്ര ബോറടിയായിട്ടൊന്നും തോന്നി കാണില്ല. ഇനി ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ഗ്രൂം ചെയ്തവർ പറഞ്ഞൊരു കാര്യമുണ്ട്, യു നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതായത് സമയമെടുക്കും, കുഞ്ഞു കുട്ടിയാണ്, മുടിയൊക്കെ വളർന്ന് അതിൻ്റെ രീതിക്ക് വന്നോളൂ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എവറി കിഡ്സ് ആർ യുണീക്ക്. അത് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം. അപ്പുറത്തെ വീട്ടിൽ ജനിച്ച കുട്ടിക്ക് മുടിയുണ്ട്, കളറുണ്ട്, നിന്റെ കുട്ടിക്ക് അതില്ല എന്ന് പറയുന്ന ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഇല്ലാതില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ നിർത്തേണ്ട ഒരു പരിപാടി എന്താണെന്നറിയോ, അത് കുഞ്ഞുങ്ങളെ ആണെങ്കിലും വലിയവരെ ആണെങ്കിലും സ്റ്റോപ്പ് ഡൂയിങ് കമ്പാരിസൺ. കാരണം അതുകൊണ്ടാണല്ലോ ഇൻഡിവിജ്വാലിറ്റി, യുണീക്നെസ് എന്നുള്ള വാക്കുകളൊക്കെ ഈ ലോകത്തുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ ക്യാച്ചുവിൻ്റെ കുഞ്ഞിലത്തെ ആ ഒരു എന്താ പറയണേ, കുഞ്ഞു മുതൽ വലുതാവുന്നവരെ അവളുടെ ആ ഒരു മുടി വളർന്ന് വരുന്ന ഒരു കുഞ്ഞു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദിസ് വീഡിയോ ഇസ് ആക്ച്വലി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എന്താ പറയുക, ശരിക്കും അവളുടെ ആ ഒരു ന്യൂ ബോൺ സ്റ്റേജും ആ ഒരു കുഞ്ഞി സ്റ്റേജൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഷീ ഈസ് മൂവിങ് ഇൻ ടു ആ ടോട്ട്ലർ. കാരണം അവളുടെ ആ ഒരു ഇൻഫൻറ്റ് സ്റ്റേജ് ഭയങ്കര രസമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അവളുടെ ആ ഒരു ന്യൂ ബോൺ സ്റ്റേജ് ഞാൻ മിസ് ചെയ്യുമെന്ന്. പക്ഷെ അതൊക്കെ ഒരുപാട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അവളോട് പറയാറുണ്ട് കേട്ടോ, ഇത്ര വേഗം വളരാതെ. കാരണം ഇപ്പം ഭയങ്കര ക്യൂട്ടല്ലേ കുട്ടികൾ, അപ്പം നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് വളരാതെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നാറുണ്ട്. എന്തായാലും ഇതായിരുന്നു കേട്ടോ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ഓൺ മൈ വീഡിയോ. See you on my next video. Bye bye.